തമിഴ് സിനിമാ രംഗത്ത് തരംഗം സൃഷ്ടിച്ച നടനാണ് അരവിന്ദ് സ്വാമി. ഒരു കാലത്ത് അരവിന്ദ് സ്വാമി സിനിമാ രംഗത്തുണ്ടാക്കിയ ആരാധക വൃന്ദം ചെറുതല്ല. സുമുഖനായ അരവിന്ദ് സ്വാമിയാണ് ആരാധികമാരുടെ സ്വപ്ന നായകനായിരുന്നത്. മണിരത്നത്തിന്റെ സിനിമകളിലൂടെയാണ് അരവിന്ദ് സ്വാമി കരിയറിൽ നിലയുറപ്പിക്കുന്നത്. ആദ്യ സിനിമ ദളപതി മുതൽ ആരംഭിച്ച ഈ സൗഹൃദം നടന് ഏറെ ഗുണം ചെയ്തു. റോജ, ബോംബെ തുടങ്ങിയ സിനിമകളിൽ മണിരത്നം നടനെ നായകനാക്കി. ഏറെ നാൾ സിനിമയിൽ നിന്ന് മാറി നിന്ന ശേഷം തിരിച്ചു വരുന്നതും മണിരത്നത്തിന്റെ കടൽ എന്ന സിനിമയിലൂടെയാണ്. അരവിന്ദ് സ്വാമിയുടെ കരിയർ ഗ്രാഫിനെ കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് സിനിമാ രംഗത്തെ മാധ്യമപ്രവർത്തകൻ ചെയ്യാറുള്ള ബാലു. സിനിമകളിൽ അവസരം നേടി നടന്ന നടനല്ല അരവിന്ദ് സ്വാമി എന്നും ചെയ്യാറു ബാലു പറയുന്നു. വലിയ കോടീശ്വരനായ വി.ഡി. സ്വാമിയുടെ മകനാണ്. പണക്കാരനാണെങ്കിലും സാധാരണക്കാരനായാണ് അരവിന്ദ് സ്വാമിയെ വളർത്തിയത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോക്കറ്റ് മണി പോലും ധാരാളമായി നൽകിയിരുന്നില്ല. സുഹൃത്തുക്കൾക്കൊപ്പം അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ് മോഡലിംഗ് ചെയ്തു തുടങ്ങിയത്. ഡോക്ടറാകാനാണ് അരവിന്ദ് സ്വാമി ആഗ്രഹിച്ചതെന്നും ചെയ്യാറു ബാലു പറയുന്നു. തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നടൻ എവിടെയും സംസാരിക്കാറില്ല. അത്തരം ചോദ്യങ്ങൾ വേണ്ടെന്ന് അഭിമുഖങ്ങളിൽ ആദ്യമേ പറയുമെന്നും ചെയ്യാറു ബാലു വ്യക്തമാക്കി. കരിയറിൽ അരവിന്ദ് സ്വാമിക്ക് വലിയ ജനപ്രീതി നൽകിയ സിനിമ 1995 റിലീസ് ചെയ്ത ബോംബെയാണ്. അരവിന്ദ് സ്വാമിക്കൊപ്പം മനീഷ കൊയ്രാള പ്രധാന വേഷത്തിലെത്തിയ സിനിമയിലെ കാസ്റ്റിംഗിനെ കുറിച്ചും ചെയ്യാറു ബാലു സംസാരിച്ചു. സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ അരവിന്ദ് സ്വാമി സമ്മതിച്ചു. എന്നാൽ മനീഷ കൊയ്രാള ആദ്യം സിനിമ നിരസിക്കുകയാണ് ഉണ്ടായത്. കഥ കേട്ട ശേഷം വേണ്ടെന്ന് പറഞ്ഞ മനീഷ ബോംബെക്ക് തിരിച്ചുപോയി. 2 കുട്ടികളുടെ അമ്മയായി അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് നിരസിച്ചത്. ബോംബെയിൽ സുഹൃത്തുക്കളോട് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് മനീഷയ്ക്ക് അബദ്ധം മനസ്സിലായത്. മണിരത്നത്തിന്റെ സിനിമയിൽ അഭിനയിക്കാനാണ് നിരവധി പേർ ഇവിടെ അലയുന്നത്. നീ തിരിച്ചുപോയി സിനിമ ചെയ്യുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു. നേപ്പാളിൽ നിന്ന് വന്ന ആളായതിനാൽ മനീഷയ്ക്ക് മണിരത്നത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. തിരിച്ചു വന്ന ക്ഷമ പറഞ്ഞ് മനീഷ സിനിമ ചെയ്യുകയായിരുന്നെന്ന് ചെയ്യാറു ബാലു ഓർത്തു. അരവിന്ദ് സ്വാമിക്ക് കരിയറിൽ ഈ സിനിമ വലിയ ഗുണം ചെയ്തെന്നും ബാലു ചൂണ്ടിക്കാട്ടി. കൈനിറയെ അവസരങ്ങൾ ഉള്ളപ്പോഴാണ് നടൻ സിനിമാ രംഗം വിട്ടത്. സിനിമകളിൽ നിന്നും അകന്ന് ബിസിനസ്സിലേക്ക് അരവിന്ദ് സ്വാമി ശ്രദ്ധ നൽകി. 2013 കടൽ എന്ന സിനിമയിലൂടെ തിരിച്ചെത്തുകയും ചെയ്തു. സിനിമാ രംഗത്ത് ഇപ്പോൾ സജീവമാണ് അരവിന്ദ് സ്വാമി. തനി ഒരുവൻ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷമാണ് അരവിന്ദ് സ്വാമിക്ക് കരിയറിൽ പഴയ ജനസ്വീകാര്യത തിരികെ ലഭിച്ചത്. സിനിമയിൽ വില്ലൻ വേഷങ്ങളാണ് അരവിന്ദ് സ്വാമി ചെയ്തത്. പിന്നീട് തലൈവി ഉൾപ്പെടെയുള്ള സിനിമകളിൽ മികച്ച വേഷം ലഭിച്ചു. കഴിഞ്ഞ വർഷം ഒറ്റ് എന്ന സിനിമയിലൂടെ മലയാള സിനിമാ രംഗത്തേക്കും ഈ വർഷത്തിനു ശേഷം നടൻ അഭിനയിച്ച മലയാള സിനിമയായിരുന്നു ഒറ്റ്.